ഏത് നിമിഷവും നിലം പതിക്കാറായ അവസ്ഥയിലാണ് കോഴിക്കോട് വെള്ളയിലുള്ള കോർപ്പറേഷൻ ഫ്ളാറ്റ്. 24 കുടുംബങ്ങൾ കഴിയുന്ന ഫ്ളാറ്റിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം മഴയിൽ ഇടിഞ്ഞു താണിരുന്നു. വാടക കൊടുത്ത് ജീവിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞ് കൈ കഴുകുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ. 43 വർഷം മുൻപ് കോർപ്പറേഷൻ പണിത് നൽകിയ ഫ്ളാറ്റ് സമുച്ചയം 24ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ. പുറമെ നിന്ന് കാണുന്നതിലും ഭീകരമാണ് അകത്തെ കാഴ്ചകൾ. ഇപ്പം എന്നേലും ഇപ്പോൾ താഴെ ഒരുപാട് ഇടിഞ്ഞ് വീണിക്കണ്. ഇപ്പോൾ മെനിയാന്ന് എൻ്റെ റൂമിൽ ഇവിടെ ഇടിഞ്ഞ് വീണ് ഒക്കെ അപ്പോൾ വാരി കൊണ്ടിട്ടതാണ്. അതുകൊണ്ട് ഇതെപ്പോൾ ഇതന്നെ പണി. അപ്പം അതിനെ കൊണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ പറയാമെന്ന് അമ്മക്ക് തന്നെ ഇതായിക്കണ്. നമ്മൾ ഏത് കാലുണ്ട് മോളെ എടുത്ത കാലത്ത് നമ്മളെടുക്കുക 43 കൊല്ലമായി. ഇതുവരെ യാതൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒറ്റമുറിയിൽ താമസിക്കുന്ന ഇവർക്കാർക്കും കോർപ്പറേഷൻ പറയും പോലെ വാടക കെട്ടിടത്തിലേക്ക് മാറാനുള്ള ധനസ്ഥിതിയില്ല. പിന്നെ എന്താക്കും, ഇവിടെ വാടകയ്ക്ക് പോകാനുള്ള യാതൊരു കഴിവില്ല. അതുകൊണ്ടാണ് വാടകയ്ക്കാണ് അഡ്വാൻസ് കൊടുക്കാനും കുറച്ച് 50,000 റുപ്യൊക്കെയാണ് പറയുന്നത്. അഡ്വാൻസ് ആണെങ്കിൽ 8,000 റുപ്യ. എന്ത് ചെയ്യൂ? വാടക നമ്മൾക്ക് കഴിവില്ല കൊടുക്കാൻ. ഓനിക്കാണ് പണിയില്ല, സുഖവും ഇല്ല. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെ പലരും ബന്ധുവീടുകളിലേക്ക് മാറി തുടങ്ങി. ഇതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു വർഷം മുന്നേ കോർപ്പറേഷൻ ആളുകൾ വന്നിട്ട് പറഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി തരാം, നിങ്ങൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് തന്ന് ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചിട്ട് പിന്നെ കുറേ കാലം ഇങ്ങനെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ ഒരു പേപ്പർ കോർപ്പറേഷനിൽ നിന്ന് ചോദിച്ചിരുന്നു. ഒരു പേപ്പർ തന്നിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വിശ്വാസത്തോടെ മാറി താമസിക്കാമല്ലോ. എന്നിട്ട് അവർ തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നത്. ഇത് 83 പണിതതാണ് കോർപ്പറേഷൻ്റെ സ്ഥലമാണെന്ന് വെച്ചാൽ നമ്മളെ വീട് പൊളിച്ചിട്ട് എടുത്തു തന്നാണ്. ഇപ്പം കുറേ ഇടിഞ്ഞ് നന്നായിട്ട് വീഴുന്നുണ്ട്. ഫുള്ള് ചോർച്ചയും ഇടിയലും മയങ്കാറ്റൊക്കെ വരുമ്പോൾ എല്ലാവരും പുറത്തേക്കാന്ന് വന്ന് നിൽക്കുന്നതൊക്കെ. ഏത് നിമിഷവും സീലിംഗ് അടർന്ന് തലയിൽ വീഴാം. ഫ്ളാറ്റ് സമുച്ചയം ഒന്നിച്ചു നിലം പതിക്കാം. അങ്ങനെ മുന്നിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഇവിടെയുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷന് മാത്രം അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ജനം, കോഴിക്കോട്.